നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ കുംഭക്കൂറിൻ്റെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം, അങ്ങനെ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിൻ്റെ 2025 അനുഭവ ഫലങ്ങൾ. ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. അതിലൊരു ദശ ഉണ്ടാവും, ഒരു അപഹാരം നടക്കുന്നുണ്ടാവും, ഒരു ഛിദ്രം നടക്കുന്നുണ്ടാവും. പിന്നെ ചാരഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഫലങ്ങൾ പറയണത്. വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുകേതു മാറ്റം വരുന്നുണ്ട് ഈ വർഷം. അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയണത്. പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തുന്ന സമയത്തും ഞാൻ പറഞ്ഞു ഓരോ ജാതകമുണ്ട് ഓരോ വ്യക്തിക്കെന്ന് പറഞ്ഞു. അതിലെ അഷ്ടവർഗം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചാരഫലങ്ങൾ പറയാൻ അഷ്ടവർഗം. രാഹുകേതുക്കൾക്ക് മാത്രമാണ് അഷ്ടവർഗം ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗമുണ്ട്. സൂര്യൻ മുതൽ ശനി പര്യന്തമുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും അഷ്ടവർഗമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നോക്കി 5-ൽ കൂടുതൽ അക്ഷങ്ങളുണ്ട് വെച്ചാൽ, ദോഷങ്ങളുണ്ട് വെച്ചാൽ, ദോഷസ്ഥാനത്താണ് ഗ്രഹം നിൽക്കുന്നതെങ്കിലും അതിൻ്റെ അനുഭവം ഉണ്ടാവില്ല. നേരെ മറിച്ച് അനുകൂല സ്ഥാനത്താണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ പോലും 5-ൽ താഴെ അക്ഷം വന്നാൽ, അതായത് 0, 1, 2, 3 വരെയൊക്കെയുള്ള അക്ഷങ്ങളെ ഉള്ളൂ എങ്കിൽ താരതമ്യേന ദോഷം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് വ്യാഴം മാറി ശനി മാറി എന്നിരുന്നാലും നമുക്ക് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. അതിന് കാരണം ഈ അഷ്ടവർഗം നോക്കാൻ്റെ ഫലം പറയുന്നതാണ്. അതൊന്ന് പ്രത്യേക ഓർമ്മയ്ക്ക് വേണ്ടി പ്രേക്ഷകരോട് പറയണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ അനുഭവത്തിൽ വരണ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളാണത് ഏറ്റവും അവസാനം പുതുവർഷഫലമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ ചാനലിലാണത് വരുന്നത്. കാരണം നമ്മൾ വിഷുഫലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും ആ വിഷുഫലത്തിലുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന ഇങ്ങനെ ധാരാളം വന്നതുകൊണ്ട് ഞാൻ സാധാരണ പുതുവർഷങ്ങളൊക്കെ ഫലം ഇങ്ങനെ ചെയ്യാറില്ല, താരതമ്യേന കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം വളരെ കൂടുതലായിട്ട് ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഒന്ന് അറിഞ്ഞാൽ നന്നായി, നിങ്ങളുടെ കൂടി അറിയാൻ താല്പര്യമുണ്ട്, അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ നന്നായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് ധരിച്ചത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, വ്യാഴം 2025 മെയ് 31 വരെ ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ലാണ്. അതായത് 4-ാം വ്യാഴം, ചതുർത്ഥേ പാണ്ഡവനാശം, നന്നല്ല. വ്യാഴം 4 വരുന്നത് നന്നല്ല. അതിനുശേഷം 5-ലേക്ക് വരുന്നുണ്ട്, അതൊരു ഗുണമാണ്. ശനി 2025 മാർച്ച് 29 വരേക്ക് ജന്മശനിയാണ് അവർക്ക്. അതിനുശേഷം 2-ലേക്ക് വരും. അപ്പോഴും 7.5 ശനി കഴിഞ്ഞിട്ടില്ല, 2.5 കൊല്ലം കൂടിയുണ്ട്. 2025 മെയ് 18 വരേക്ക് രാഹു 2-ാം ഭാവത്തിലും, 2-ാമത്തെ കൂറിൽ, 2-ാം ഭാവത്തിലല്ല 2-ാമത്തെ കൂറിൽ. അതിനുശേഷം ജന്മത്തിലേക്ക് രാഹു വരുന്നുണ്ട്. അപ്പോൾ ശനി മാറിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത് രാഹു ജന്മത്തിലേക്ക് വരുന്നുണ്ട് കുംഭക്കൂറുകാർക്ക്. കേതു 2025 മെയ് 18 വരെ അഷ്ടമത്തിലും അതിനുശേഷം 7-ലേക്കും വരും. കാരണം രാഹുകേതുക്കൾ പിന്നിലേക്കാണല്ലോ സഞ്ചരിക്കുക, നേരിലെപ്പോഴും പിന്നിലല്ലേ ഉണ്ടാവുക. തമോഗ്രഹങ്ങളാണ്, ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല അതിനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കണ സമയത്ത് ഈ ഒരു വർഷം ഗുണദോഷങ്ങളിൽ ദോഷാധിക്യമായിട്ടാണ് കാണുന്നത്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ 7.5 ശനിയും അതേപോലെ തന്നെ ജന്മത്തിലേക്ക് ആ രാഹു വരുന്നതും കൂടിയിട്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൊല്ലം തന്നെയാണ്. തുടക്കത്തിലൊരു 6 മാസക്കാലം, ഒരു ജൂൺ ജൂലൈ വരയ്ക്കൊന്നും വലിയൊരു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം, അതായത് ജൂൺ മാസത്തിനൊക്കെ ശേഷം കുറച്ച് അപകടമായിട്ടാണ് കാണുന്നത്. വർഷാദ്യം ബന്ധുജന സഹായങ്ങളൊക്കെ കിട്ടും. ബന്ധുക്കളുടെ സഹായം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം സമ്പുഷ്ടമായി തന്നെ നടക്കും. ഗൃഹപുഷ്ടി ഉണ്ടാവും, അതായത് വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി ഗൃഹപ്രവേശനം നടത്തുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. ഉദ്യോഗലബ്ധി, ചെറുതാണെങ്കിലും നല്ലൊരു ജോലി, ഒരു തർക്കമില്ലാത്ത വരുമാനത്തിലൊരു ജോലിയൊക്കെ കിട്ടും. ഉദ്യോഗം കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമാണ് കേട്ടോ. ജൂൺ മാസം വരയ്ക്ക് ഉള്ളൂ അത്. അവിടെ നിന്ന് കുറച്ച് അപകടമാവും. വിവാഹാദി മംഗളകർമ്മസിദ്ധി ഉണ്ടാവും. വിവാഹം ഉറക്കിയ പോലെയുള്ള കാര്യങ്ങൾ പെണ്ണന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലിയാണ്. അപ്പോൾ വിവാഹ മംഗളകർമ്മസിദ്ധി കാണാണ്ട് കലാസാഹിത്യം ഇത്യാദികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുരസ്കാരത്തിനുള്ള ലഭ്യതയൊക്കെ കാണുന്നു. അതേപോലെ തന്നെ വ്യാപാരികൾക്ക് നേട്ടമുള്ള ഒരു വർഷം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് വളരെ നല്ലൊരു കാലമാണ്. ദേഹാരിഷ്ടതകൾ ജൂലൈ മാസം മുതൽ ദേഹാരിഷ്ടതകൾ കുറേശ്ശെ ഇങ്ങനെ ആരംഭിക്കും. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ളതും. അതേപോലെ തന്നെ ഹൃദയതാപം, ഹൃദയാരോഗ്യം വളരെ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കേണ്ടതാണ്. അംഗഭംഗാദികൾ, ദൂരയാത്രയൊക്കെ പോകുമ്പോൾ വാഹനമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പതനഭയങ്ങൾക്കുള്ള സാധ്യതകൾ കാണാനുണ്ട്. അതേപോലെ തന്നെ പാദരോഗങ്ങൾ,
കാൽപാദങ്ങൾക്ക് രോഗം വരെ പോലെയുള്ള കാര്യങ്ങൾ കാണുന്നു. ധനദുർവ്യയാദികൾ, അനാവശ്യ ചെലവുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുക. വാക്ക് ദോഷം, വാക്കുകൊണ്ട് ദോഷം ഉണ്ടാവുക. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താ പറയണത് എന്നുള്ള ബോധത്തോടു കൂടി മാത്രം അളന്ന് മുറിച്ച് സംസാരിക്കുക. വാഗ്ദോഷം കൊണ്ട് അകാരണമായിട്ടുള്ള കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഈ നക്ഷത്രക്കാർ സ്ത്രീകളുണ്ട്, ചെന്ന് സൂക്ഷിക്കണം. അത് പ്രത്യേകത ഉണ്ട്. അതിന് സ്ത്രീ പുരുഷ ഭേദമന്യേ എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്കാകുമ്പോൾ പ്രത്യേകിച്ച് ആചാര്യൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ നിമിത്തം അകാരണമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ദാമ്പത്യ സുഖഹാനി ഉണ്ടാവുക. രാജകോപം, അതായത് കേസ്, നമ്മൾ കോടതി പോലീസ് എന്നൊക്കെ പറയില്ലോ, അത്തരത്തിലുള്ളതായ കേസ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇതൊക്കെ വരിക. വാഹനഭയങ്ങളും മനക്ലേശങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഫലമായിട്ട് കാണുന്നു. അപ്പോൾ ജൂലൈ മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കുംഭക്കൂറുകാർ. ദോഷപരിഹാരമായിട്ട് ശബരിമല ധർമ്മശാസ്താവിന് വഴിപാടുകൾ നടത്തുക, മാസം തോറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, വിഷ്ണുവചനം നന്നായിട്ട് നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധി വരയ്ക്ക് പരിഹാരം ഉണ്ടാവും. പിന്നെ അവനവൻ കുറേയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവനവനെ വിശ്വാസമുള്ള ഉത്തമ ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട്, ഉത്തമ ദൈവജ്ഞൻ തന്നെയാണ് പറയണത്, ജ്യോതിഷം നന്നായി പഠിച്ച് ഗ്രഹപൂജാ തൽപരനായിരിക്കുന്ന ഉത്തമ ദൈവജ്ഞൻ്റെ സമക്ഷം തൻ്റെ ജാതകം കൊണ്ടുപോയി പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ടുള്ളതായ പരിഹാരങ്ങൾ ചെയ്യാം. അത് ചിലപ്പോൾ പൂജയാണെങ്കിലും ദാനമാണെങ്കിലും ധർമാനുഷ്ഠാനമായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും ആ ദൈവജ്ഞൻ നിർദ്ദേശിക്കും. അപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.